രാവിലെ എങ്ങനെ പുറത്തിറങ്ങുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് JCB വന്ന് മഞ്ഞെല്ലാം മാറ്റാൻ തുടങ്ങി. അതെന്തായാലും കാര്യമായി. ഇന്ന് ലീവിന് നാട്ടിൽ പോവുകയാണ്. വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനം ഇതാ കിടക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് നടന്നു പോകാവുന്നതേ ഉള്ളൂ. ഹെൽസിങ്കി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ്. ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂറോളം യാത്രയുണ്ട്. 2 ട്രെയിൻ കയറി വേണം എയർപോർട്ടിലെത്താനാണ്. അപ്പോൾ ഇന്ന് പോകുന്ന വഴികളിലെ കാഴ്ചകളും എയർപോർട്ടിലെ കാഴ്ചകളും ഒക്കെ പറ്റുന്ന പോലെ കവർ ചെയ്യാൻ നോക്കാം. ഇവിടെ മഞ്ഞുകാലം തുടങ്ങിയാൽ പിന്നെ രാവിലെയുള്ള ഈ മഞ്ഞുമാറ്റൽ തന്നെയാണ് ഒരു പ്രധാന പണി. മഞ്ഞ് മാറ്റാൻ ഉപയോഗിക്കുന്ന ഇത്തരം മെഷീനുകൾ ഇവിടെയുള്ള എല്ലാ വീടുകളിലും ഉണ്ടാകാറുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലൂടെ നടക്കാം. ഇത് കണ്ടോ, 2 കുരുപ്പുകൾ ആ മഞ്ഞിനകത്ത് കിടന്ന് കളിക്കുന്നത്. -18 ഇപ്പോഴത്തെ തണുപ്പെന്ന് പറയുന്നത്. ഈ തണുപ്പിലാണ് അവർ ഐസ് കൊണ്ട് ഉണ്ട ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്താറായി. ഇവിടെയും റെയിൽവേ സ്റ്റേഷനിലെ ഐസ് ക്ലീനിങ്ങുകളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ മഞ്ഞ് മൂടി കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു പണി കിട്ടിയോ എന്നൊരു സംശയമുണ്ട്. പണിയായി. റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറാൻ പറ്റാത്ത വിധത്തിൽ മഞ്ഞ് മൂടിയിരിക്കുകയാണ്. എനിക്കറിയാം പുറകിൽ കൂടെ പോയി കയറിയേ മാർഗ്ഗമുള്ളൂ. ട്രെയിൻ വരാൻ സമയവുമായി. ഇതിലുള്ള ചെറിയ വഴികളെല്ലാം മഞ്ഞ് മൂടി അടഞ്ഞു കിടക്കുകയാണ്. മെയിൻ റോഡിൽ കൂടി കറങ്ങി പോകുകയെന്ന് വെച്ചാൽ നല്ല ദൂരമുണ്ട്. ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ ഫ്ലൈറ്റും മിസ്സാകുന്ന ലക്ഷണമാണ്. മഞ്ഞ് മൂടിക്കിടക്കുന്നതിന് നല്ല തെന്നലുണ്ട്. അധികം സ്പീഡിൽ നടക്കാനും പറ്റുന്നില്ല. എന്തായാലും അങ്ങനെയൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയും തകൃതിയായിട്ട് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കറക്റ്റ് ടൈമിന് തന്നെയാണ് നമ്മൾ ഓടിയെത്തിയത്. നമ്മൾ വന്നതിന് തൊട്ട് പറഞ്ഞ് ട്രെയിനും എത്തി. ട്രെയിനിലെ കാഴ്ചകളൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വെറുപ്പിക്കുന്നില്ല. കാര്യം ട്രെയിനകത്തെ കാഴ്ചകളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വിൻഡോ സൈഡിലാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഉറക്കം ഉറങ്ങി ഉണർന്നപ്പോഴത്തേക്ക് അടുത്ത സ്റ്റേഷൻ എത്തി. ഇവിടെ നിന്ന് 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. ചെന്നപാടെ ട്രെയിനും വന്നു. ചാടിക്കയറി ട്രെയിൻ വിട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ട്രെയിൻ മാറിയാ കയറിയെന്നുള്ള കാര്യം. പിന്നെ അടുത്ത സ്റ്റേഷൻ ഇറങ്ങി അവിടുന്ന് ട്രെയിൻ പിടിച്ച് എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്ക് ലേറ്റായി. പിന്നെ ഓട്ടം. ഇവിടുത്തെ പിന്നെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ ആവശ്യമില്ലാത്ത ചെക്കിങ്ങുകളോ ചോദ്യങ്ങളോ സെക്യൂരിറ്റി ഷോകളോ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എയർപോർട്ടിനകത്ത് കടന്നിരിക്കുകയാണ്. എയർപോർട്ടിനകത്ത് കടന്നാൽ പിന്നെയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ബോർഡിംഗ് പാസ് എടുത്ത് ലഗേജ് അയക്കുക എന്നുള്ളതാണ്. ഇവിടെ സെൽഫായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. ഇവിടെ സർവീസിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും നമുക്ക് തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. വെറുപ്പീരോ കാര്യങ്ങളോ ഒന്നുമില്ല. സെക്യൂരിറ്റി ചെക്കിംഗ് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞത്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഡ്യൂട്ടി ഫ്രീ ആണ്. സമയമില്ലാത്തതിനാൽ ഡ്യൂട്ടി ഫ്രീയിൽ അധികം ഒന്നും ഇറങ്ങിയില്ല. നേരെ കസ്റ്റംസ് ചെക്കിങ്ങിനായിട്ട് വെച്ച് പിടിച്ചു. ഇവിടെയും വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അന്നേരത്തേക്ക് ഞങ്ങളുടെ പേരൊക്കെ അനൗൺസ് ചെയ്യാൻ തുടങ്ങി. എന്തായാലും ഓടിപ്പടിച്ച് ഗേറ്റിലെത്തി. അങ്ങനെ ഈ ഫ്ലൈറ്റിലെ ലാസ്റ്റ് പാസഞ്ചേഴ്സായിട്ട് ഞങ്ങളും കയറി. തുടക്കത്തിലെ ഫ്ലൈറ്റ് മിസ്സാകുമെന്ന് തോന്നിയെങ്കിലും എല്ലാം ശുഭമായി.